കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ബഹാവൽപൂർ നഗരത്തിലെ സുരക്ഷിത താവളങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെ പാക് അധീന കശ്മീരിലെ തന്ത്രപ്രധാനമായ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ കണ്ടതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതീവ ഗൗരവത്തോടെയാണ് ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികൾ വീക്ഷിക്കുന്നത്. സാധാരണ തന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നും 1000 കിലോമീറ്ററിലധികം അകലെ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു തന്ത്രപ്രധാന മേഖലയിലേക്ക് ഒരു ഭീകരന്റെ നീക്കം എന്നത് വെറും ഒരു യാദൃശ്ചികമല്ല. ഇത് പാകിസ്ഥാന്റെ പുതിയ ഭീകരവാദ തന്ത്രങ്ങളുടെ സൂചനയാകാം എന്ന നിരീക്ഷണമാണ് സുരക്ഷാ വിദഗ്ധർ പങ്കുവെക്കുന്നത്. ഇന്ത്യൻ സൈനിക താവളങ്ങൾ, പാർലമെന്റ്, പുൽവാമ തുടങ്ങിയ ആക്രമണങ്ങൾക്ക് പിന്നിലെ സൂത്രധാരൻ എന്ന നിലയിൽ അസ്ഹറിന്റെ ഓരോ നീക്കവും ഇന്ത്യക്ക് നിർണായകമാണ്. ഈ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടുകളുടെ പ്രാധാന്യവും അതിന്റെ പിന്നാമ്പുറങ്ങളും വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിക ഭീകരവാദ ലോകത്തെ ഏറ്റവും അപകടകാരികളായ വ്യക്തികളിൽ ഒരാളാണ് മസൂദ് അസ്ഹർ. 1968 പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ ജനിച്ച അസ്ഹർ ചെറുപ്പത്തിൽ തന്നെ ഭീകരവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായി. ഹർകത്തുൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയുടെ പ്രമുഖ അംഗമായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ജമ്മു കശ്മീർ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതിനിടെ 1994 ഇന്ത്യയിൽ വെച്ച് അറസ്റ്റിലായി. അസ്ഹറിന്റെ അറസ്റ്റ് ഹൽക്കത്തൂർ മുജാഹിദിന് വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ 1999 കാണ്ഡഹാറിലേക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനം മോചിപ്പിക്കുന്നതിനായി ഇന്ത്യക്ക് വഴങ്ങേണ്ടി വന്നു. തടവിൽ കഴിഞ്ഞിരുന്ന അസ്ഹറിനെ ഉൾപ്പെടെ 3 ഭീകരരെ മോചിപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതരായി. ഇന്ത്യൻ മണ്ണിൽ നിന്നും മോചിതനായി പാകിസ്ഥാനിൽ തിരിച്ചെത്തിയ അസ്ഹർ പിന്നീട് നടത്തിയ പ്രസംഗങ്ങളിൽ കശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വിശുദ്ധ യുദ്ധം നടത്താൻ ആഹ്വാനം ചെയ്തു. ഈ പ്രസംഗങ്ങളുടെ തരംഗം മുതലെടുത്ത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ സഹായത്തോടെ അദ്ദേഹം ജെയ്ഷെ മുഹമ്മദ് എന്ന പുതിയ ഭീകര സംഘടനയ്ക്ക് രൂപം നൽകി. മുഹമ്മദിന്റെ സൈന്യം എന്ന അർത്ഥം വരുന്ന ഈ സംഘടന ജമ്മു കാശ്മീരിലെയും മറ്റ് ഇന്ത്യൻ ഭാഗങ്ങളിലെയും സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി ചാവേർ ആക്രമണങ്ങൾ നടത്തി. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2016 പത്താൻകോട്ട് വ്യോമത്താവള ആക്രമണം, 2019 40-ലധികം സൈനികർ കൊല്ലപ്പെട്ട പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദും മസൂദ് അസ്ഹറുമായിരുന്നു. ഇയാളെ ഒരു ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെടണമെന്ന് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചൈനയുടെ വീറ്റോ കാരണം അത് വൈകുകയായിരുന്നു.